ശ്രീ ടി പി ജയന്തൻ മാസ്റ്റർ, അതായത് പ്രധാനമന്ത്രി പറഞ്ഞത് 2047 സമ്പൂർണ്ണ വികസിത ഇന്ത്യ, അതങ്ങനെ തന്നെ നമ്മൾ എടുത്തു പറയണം. ഈ ബജറ്റ് വികസിത ഇന്ത്യക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെയായിരിക്കുമല്ലോ ഒരുക്കങ്ങൾ. അങ്ങനെയെങ്കിൽ നമ്മൾ അച്ചടക്കമുള്ള ഒരു ബജറ്റ് അതാകണ്ടേ പ്രതീക്ഷിക്കേണ്ടത്? കൃഷ്ണരാജാവ്, ഈ ബജറ്റ് ചർച്ചയുടെ മുന്നോടിയായി നമ്മൾ ഇരിക്കുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് 2014 മുമ്പുള്ള ഭാരതവും 2014 ശേഷമുള്ള ഭാരതവും എന്ന തലങ്ങളിലേക്ക് ചർച്ച എത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനങ്ങളുടെ മനോഭാവത്തിലുണ്ടായ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. 2014 മുമ്പ് ജനങ്ങൾ ബജറ്റിന്റെ തൊട്ട് മുൻപ് കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ പത്രങ്ങളോ ദൃശ്യമാധ്യമങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്തെല്ലാം ഉപദ്രവങ്ങളായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ഏതൊക്കെ കൂടുതൽ ബാധ്യതകളായിരിക്കും ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു തരത്തിലായിരുന്നു 2014 മുമ്പ് ജനങ്ങൾ ബജറ്റിനെ കാത്തിരുന്നതെങ്കിലും ഇന്നത്തെ ബജറ്റ് ചർച്ചകളും ഇന്നത്തെ ബജറ്റിനോട് മുന്നോടിയായുള്ള സാമ്പത്തിക വിദഗ്ധന്മാരും പൊതുപ്രവർത്തകന്മാരും അഭ്യുദയകാംക്ഷികളും ഒക്കെ ചിന്ത മാറിയിരിക്കുന്നു. എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും ഇനി നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ലോകത്തെ നമ്പർ 1 ആയിട്ടുള്ള വികസന കുതിപ്പിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ? ലോകത്തിലേക്ക് ഈ രാജ്യത്തിലെ തന്നെയുള്ള പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും യുവാക്കളുടെയും സ്ത്രീകളുടെയും ആദിവാസികളുടെയും ഒക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമോ? അത് തന്നെയാണ് ഈ ബജറ്റ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്താധാര എന്ന് എനിക്ക് ആമുഖമായിട്ട് പറയേണ്ടി വന്നിരിക്കുന്നു. താങ്കൾ ചോദിച്ച ഒരു കാര്യം ശരിയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നതിനെ കുറിച്ച് സാമ്പത്തിക സർവേ റിപ്പോർട്ട് വളരെ കൃത്യമായ ചില കണ്ടെത്തലുകളും പ്രതീക്ഷ ഉളവാക്കുന്ന ചില കണ്ടെത്തലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആഗോള മാന്ദ്യത്തിന്റെ മുമ്പിലാണ്, യുദ്ധത്തിന്റെ കെടുതികളുടെ മുമ്പിലാണ്, സാമ്പത്തികമായിട്ട് ലോകമെങ്ങുമുള്ള ആ തരത്തിൽ അസ്ഥിരാവസ്ഥയുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ കണ്ടെത്തൽ എന്താണ്? അടിത്തറ ശക്തമാണ്. സാമ്പത്തിക അടിത്തറയിൽ വളരെ കൃത്യമായ മുന്നേറ്റം ഭാരതം നടത്തിയിരിക്കുന്നു. രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരം ഒരുപക്ഷെ രാജ്യത്തിന്റെ വിദേശ ഘട്ടത്തിന്റെ ഏതാണ്ട് 90% കൊടുത്തു തീർക്കാൻ മാത്രമുള്ള അത്രയും ഭദ്രമാണ്. GDPയുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചതുപോലെ എത്തിയിട്ടില്ലെങ്കിലും മറ്റ് വികസ്വര രാജ്യങ്ങളുമായി താരതമ്യപ്പെടുമ്പോൾ ബഹുദൂരം മുന്നിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു. യുവാക്കൾ പ്രതീക്ഷ ഉളവാക്കിയിരിക്കുന്നു. ആ തരത്തില് നേരിട്ടുള്ള വിശേഷ നിക്ഷേപത്തിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ വർധന ഉളവാക്കിയിരിക്കുന്നു. ഞാൻ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല, പക്ഷെ ബാങ്കുകളുടെ കിട്ടാക്കടത്തിൽ കുറവുണ്ടായിരിക്കുന്നു. മറ്റു പലതരത്തിലും ആളുകൾ ആ തരത്തിൽ പ്രതീക്ഷയുടെ നാളെകൾ നമ്മളുടേതാണ്, ഇന്നിൽ നിന്നും വിഭിന്നമായൊരു നാളെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നൊരു പ്രതീക്ഷ നൽകുന്നതിൽ ബജറ്റ് വലിയ തരത്തിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് കൃഷ്ണരാജ് ചോദിച്ച ഒരു കാര്യം ശരിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാജ്യം കാത്തു സൂക്ഷിച്ചു പോന്നിരുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത്. കൃത്യമായ അച്ചടക്കം, അത് സാമ്പത്തികമായാലും രാഷ്ട്രീയമായാലും ബഹുജനങ്ങളുടേതായാലും ശരി, കൃത്യമായ ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ അത് നിരന്തരം ദിശാഗതി നിയന്ത്രണം, അഥവാ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിനാവശ്യമായ മുൻകരുതലുകൾ, നിയന്ത്രണങ്ങൾ, അതിനാവശ്യമായ അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നടത്തിക്കൊണ്ട് വലിയ ഒരു മുന്നേറ്റത്തിന് രാജ്യം കാത്തിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് ജനങ്ങളുടെ മുമ്പാകെ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നലെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു, ലക്ഷ്മി ദേവിയെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തെ മധ്യവർഗത്തിനും പാവപ്പെട്ടവർക്കും, അഥവാ സാക്ഷാൽ ദീനദയാൽ ഉപാധ്യായ സ്വപ്നം കണ്ട അന്ത്യോദയ, ഒരു സമാജത്തിന്റെ ക്യൂവിൽ നിൽക്കുന്ന ഏറ്റവും പുറകിലിരിക്കുന്ന അവഗണിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ഒരു കുതിച്ചുചാട്ടമാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. അതിനുതകുന്ന ഒരു ബജറ്റുമായിട്ട് തന്നെയായിരിക്കും ഈ തവണ നിർമ്മല സീതാരാമൻ ഭാരതത്തെയും ലോകത്തെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്ന പ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ശരി.